അറ്റാദായം നേടുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം 2023-24 സാമ്പത്തിക വർഷത്തിലെ 12-ൽ നിന്ന് 24-25 14 ഉയർന്നു. അതുപോലെ പ്രവർത്തന ലാഭം രേഖപ്പെടുത്തിയ സ്ഥാപനങ്ങളുടെ എണ്ണം 18-ൽ നിന്ന് 22 വർദ്ധിക്കുകയും ചെയ്തു. ദേശീയ തലത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യവൽക്കരിക്കാനും അവയിലെ നിക്ഷേപം കുറക്കാനും അതുവഴി സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുമുള്ള നയങ്ങളാണ് നടപ്പാക്കുന്നത്. കേരളം ഈ സ്ഥാപനങ്ങളുടെ വികസനത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് ശക്തമായ ഒരു കോട്ടയായി നിലകൊള്ളുന്നു. 2016-നും 2024-നും ഇടയിലുള്ള വാർഷിക വ്യവസായ സർവേ ASI കണക്കുകൾ പ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായി. 2016-ൽ കേരളത്തിൽ 170 സർക്കാർ ഫാക്ടറികളുണ്ടായിരുന്നത് 2024-ൽ 163 ഏതാണ്ട് സ്ഥിരതയോടെ നിലകൊള്ളുന്നു. ഇതേ കാലയളവിൽ കർണാടകയിൽ പൊതുമേഖലാ ഫാക്ടറികളുടെ എണ്ണം 151-ൽ നിന്ന് 74. ഉത്തർപ്രദേശിൽ 117-ൽ നിന്ന് 45. കുത്തനെ ഇടിയുകയാണ്. സ്വകാര്യവൽക്കരണ നയങ്ങൾ ശക്തമായ ഗുജറാത്തിൽ 406-ൽ നിന്ന് 139. മഹാരാഷ്ട്രയിൽ 343-ൽ നിന്ന് 98. ഇതെല്ലാം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ വന്ന കുറവാണ്. പശ്ചിമബംഗാളിൽ 152-ൽ നിന്ന് 67. ഇങ്ങനെ വലിയ കുറവ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്ത് വലിയ മാറ്റമില്ലാതെ അതേ എണ്ണം നിലനിർത്തിപ്പോകാൻ നമുക്ക് കഴിയുന്നത്. മൊത്തം സാമ്പത്തിക മൂല്യവർദ്ധനവിന്റെ കാര്യത്തിൽ ഗ്രോസ് വാല്യൂ ആഡഡ് GVA രാജ്യത്തെ ആകെ വിഹിതത്തിന്റെ 11.3% നാം സംഭാവന നൽകുന്നുണ്ട്. കേരളം മഹാരാഷ്ട്രക്ക് തൊട്ടു പിന്നാലെ 2ാം സ്ഥാനത്തെത്തിയിരിക്കുകയാണ്. ഇതേസമയം ഗുജറാത്തിന്റെ വിഹിതം 2%, തമിഴ്നാടിന്റേത് 5.9% മാത്രമാണ്. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ 15.6% സഞ്ചിത നാമമാത്ര GVA വളർച്ചയോടെ കേരളം രാജ്യത്തെ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനമായി മാറി. ഇതേ കാലയളവിൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ വൻകിട സംസ്ഥാനങ്ങൾ നെഗറ്റീവ് വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. 2016-ൽ കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 5756 കോടി രൂപയുടെ മൂല്യവർദ്ധനവാണ് ഉണ്ടായിരുന്നെങ്കിൽ 2024-ൽ മൂല്യവർദ്ധനവ് 17,801 കോടി രൂപയായി കുതിച്ചുയർന്നു. അതായത് 15.2% മികച്ച വാർഷിക വളർച്ച CAGR കേരളം കൈവരിച്ചു. ഏറെ ശ്രദ്ധേയമായ കാര്യം വ്യവസായ ഭീമന്മാരായ ഗുജറാത്തിന്റെ GVA
8,534 കോടിയിൽ നിന്ന് 3,189 കോടിയിലേക്കും മഹാരാഷ്ട്രയുടേത് 58,237 കോടിയിൽ നിന്ന് 18,863 കോടിയിലേക്കും കുത്തനെ ഇടിഞ്ഞു എന്നതാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളോടുള്ള കേരള സർക്കാരിന്റെ സന്ധിയില്ലാത്ത പ്രതിബദ്ധതയും നവീനമായ കാഴ്ചപ്പാടുകളുമാണ് ഈ വികസന കുതിപ്പിന് കാരണമായത്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക ഉപരോധങ്ങൾക്കിടയിലും കേരളം കൈവരിക്കുന്ന ഈ നേട്ടങ്ങൾ നമ്മുടെ നാട് നല്ല രീതിയിൽ സ്വാഗതം ചെയ്യേണ്ട ഒന്നാണ്. പക്ഷേ അതേസമയം ഈ നേട്ടം ചിലരെയെല്ലാം അസ്വസ്ഥരാക്കുന്നുവെന്നതും വസ്തുതയാണ്. അതിന്റെ ഭാഗമായി നുണക്കോപ്പുകൾ ഉപയോഗിച്ച് സർക്കാരിനെ ആക്രമിക്കാൻ തയ്യാറാകുകയാണ്. അവർക്കെല്ലാമുള്ള ശക്തമായ മറുപടിയായാണ് ഈ നേട്ടങ്ങൾ ഉയർന്നു നിൽക്കുന്നത്. പുകമറകൾ കൊണ്ട് ഈ മുന്നേറ്റത്തെ ജനങ്ങളിൽ നിന്നും മറച്ചു പിടിക്കാം എന്നാണ് നുണപ്രചാരകർ കരുതുന്നത്. അവർ ആസൂത്രിതമായി വ്യാജ കേരള സ്റ്റോറികൾ പടച്ചുവിടുകയാണ്. അത്തരക്കാരെ കരുതിയിരിക്കണം എന്നതാണ് ഈ ഘട്ടത്തിൽ പ്രത്യേകമായി ഓർമ്മിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിച്ചുള്ളതാണ്. സംസ്ഥാനത്തെ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക പിന്നോക്കാവസ്ഥ, ക്ഷേമം എന്നിവ സംബന്ധിച്ച പ്രശ്നങ്ങൾ പഠിക്കാനാണ് ജസ്റ്റിസ് JB കോശി കമ്മീഷനെ നിയോഗിച്ചത്. കമ്മീഷൻ റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ പുറത്തുവരുന്നുണ്ട്. റിപ്പോർട്ടിലെ ശുപാർശകൾ നടപ്പിലാക്കിയതിലെ പുരോഗതി ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു. കമ്മീഷൻ സമർപ്പിച്ച 284 ശുപാർശകൾ, 45 ഉപശുപാർശകൾ ഇവയാണ് സംസ്ഥാന സർക്കാർ പരിഗണിച്ചത്. ഇതിലെ സർക്കാരിന്റെ 17 വകുപ്പുകൾ പൂർണ്ണമായി ശുപാർശ നടപ്പിലാക്കി. ഈ 284 ശുപാർശകളും 45 ഉപശുപാർശകളും, അവയിൽ 220 ശുപാർശകളിലും ഉപശുപാർശകളിലും നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. 7 ശുപാർശകൾ മന്ത്രിസഭയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കുന്നതിന് അതത് വകുപ്പുകൾ നടപടി സ്വീകരിച്ചു വരികയാണ്. നിലവിലെ നിയമങ്ങൾക്ക് വിധേയമായി പരിഗണിക്കാൻ കഴിയുന്ന വിഷയങ്ങളിൽ വേഗത്തിൽ നടപടി പൂർത്തീകരിച്ചിട്ടുണ്ട്. നടപടി പൂർത്തിയാക്കാൻ ശേഷിക്കുന്ന ശുപാർശകൾ നിലവിൽ പ്രാബല്യത്തിലുള്ള കേന്ദ്ര സംസ്ഥാന നിയമങ്ങൾ, ചട്ടങ്ങൾ, കോടതി ഉത്തരവുകൾ എന്നിവയിൽ മാറ്റം വരുത്തിയാലോ മറ്റ് വകുപ്പുകളിൽ നിന്ന് സമ്മതപത്രം ലഭ്യമാക്കിയാലോ മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കൂ. മറ്റ് വകുപ്പുകളുമായി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളിൽ പെട്ടെന്ന് തീരുമാനമെടുത്ത് കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.
2020 നവംബർ 5-നാണ് JB കോശി കമ്മീഷനെ നിയമിച്ച് ഉത്തരവാകുന്നത്. കമ്മീഷൻ ശുപാർശകൾ ത്വരിതഗതിയിൽ നടപ്പിലാക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 2025 ഫെബ്രുവരി 17-നും യോഗം ചേർന്നിരുന്നു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറിമാരുടെ യോഗം നടത്തുകയുണ്ടായി. ചീഫ് സെക്രട്ടറിയും വകുപ്പ് തലവന്മാരുമായി 5 തവണ വിഷയം ചർച്ച ചെയ്യാൻ യോഗങ്ങൾ ചേർന്നിട്ടുണ്ട്. പലതവണ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സെക്രട്ടറി തലത്തിലും യോഗം ചേർന്ന് നടപടികൾ അവലോകനം നടത്തുകയുമുണ്ടായി. സാധ്യമായ എല്ലാ നടപടികളും ഇക്കാര്യത്തിൽ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. തുറന്നുള്ള നടപടികൾ വേഗതയിൽ പൂർത്തിയാക്കുന്നതിന് ചീഫ് സെക്രട്ടറി തലത്തിൽ സെക്രട്ടറിമാരുടെ യോഗം ചേർന്ന് നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ ആർക്കും ആശങ്കയുണ്ടാകേണ്ടതില്ല എന്നാണ് വ്യക്തമാക്കാനുള്ളത്. ഇത് സംബന്ധിച്ച് ഒട്ടേറെ ആശയക്കുഴപ്പങ്ങളും അവ്യക്തതകളും നിലനിൽക്കുന്നതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയാൻ താൽപ്പര്യമുള്ള ന്യൂനപക്ഷ വിഭാഗത്തിലെ ഒട്ടേറെ സംഘടനകൾ അവരെ ഫെബ്രുവരി 6-ന് വെള്ളിയാഴ്ച വിളിച്ചു ചേർക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.